നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിജ ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡൗസ് ഓഫ് ഡയറിങ് എന്നുള്ള പോമിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കവിതയിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ഒരു മൗണ്ടെയിൻ അല്ലെങ്കിൽ ഒരു പർവ്വതം നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കയറി തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ഫീൽ ആവുക, അല്ലെങ്കിൽ അവിടെ പോയി കഴിയുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെയൊക്കെ വളരെ ഷോർട്ടാക്കി വളരെ സിമ്പിളാക്കിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് ഡോസ് ഓഫ് ഡയറി. നമുക്കറിയാം, ഒരു പർവ്വതം ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള അഡ്വഞ്ചർ ആയിക്കോട്ടെ, നമുക്കൊരു ധൈര്യം വേണം അല്ലേ? ആ ധൈര്യം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള സാഹസികമായ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഡോസ് ഓഫ് ഡയറിങ് എന്ന് പറയുമ്പോൾ തന്നെ ടൈറ്റിൽ കൊണ്ട് തന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ധൈര്യത്തിലേക്കുള്ള ഒരു വാതിലുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ആ ധൈര്യത്തിൻ്റെ വാതിൽ എന്നുള്ളൊരു മീനിങ് ആണ് അതിന് വരുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടിട്ടുള്ള എല്ലാ തടസ്സങ്ങളും നമ്മൾ തുറന്ന് വാതിലിൻ്റെ രൂപത്തിൽ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യത്തോടു കൂടി പുതിയ പുതിയ കാഴ്ചകളായിക്കോട്ടെ, സാഹസികതകളായിക്കോട്ടെ, മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളായിക്കോട്ടെ, അതിലേക്കൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. The mountains that enfold the vale with walls of granite steep and high. അപ്പോൾ പറഞ്ഞു തുടങ്ങണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മൗണ്ടെയ്ൻസ് ദാറ്റ് എൻഫോൾഡ് ദ വെയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലി, താഴ്വര എന്നൊക്കെ പറയില്ലേ നമ്മൾ, വാലിയുടെ വേറൊരു ടേമാണ് കേട്ടോ വെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മൗണ്ടെയ്ൻസിന് ചുറ്റുപാടുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? താഴ്വരകളാണ്. വിത്ത് വാൾസ് ഓഫ് ഗ്രാനൈറ്റ്, ആ ഒരു താഴ്വരകളുടെ ചുറ്റും നമുക്ക് എന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? അതിൻ്റെ ചുമരുകളായിട്ട് അല്ലെങ്കിൽ മതിലുകളായിട്ട് ഗ്രാനൈറ്റ്സ് ആണുള്ളത്. അതായത് ഗ്രാനൈറ്റ്സ് കൊണ്ട് തീർത്തിട്ടുള്ള മതിലുകൾ പോലെയുള്ള താഴ്വരയാണ് നമുക്കവിടെ കാണുന്നത്. അതിനടുത്ത് തന്നെ എന്തുണ്ട്? ഈ മൗണ്ടെയ്ൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റീപ്പ് ആൻഡ് ഹൈ, വളരെ ആഴത്തിലാണ്, സ്റ്റീപ്പായിട്ടാണ് എന്തുള്ളത്? ഈ താഴ്വരയുള്ളത്. അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക, ആഴം കൂടുന്നതിനനുസരിച്ച് മുകളിലേക്ക് എന്തും കൂടുന്നുണ്ട്? ഹൈറ്റും നമുക്ക് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻവൈറ്റ് ദ ഫിയർലെസ് ഫുഡ് ടു സ്കെയിൽ. അപ്പോൾ ആ ഒരു താഴ്വരയും അതേപോലെ തന്നെ ആ ഒരു മൗണ്ടെയിനും ഒക്കെ എന്താ ചെയ്യുന്നത്? ആ ഒരു ഫിയർലെസ് ഫൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഭയമില്ലാത്ത, ഒട്ടും ഭയമില്ലാത്ത, നിർഭയമായിട്ടുള്ള ആ പാദങ്ങൾ. അതാരെ ഉദ്ദേശിക്കണം? ആരാണ് ഒരു അഡ്വഞ്ചറിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആ ആളുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അത്തരത്തിലുള്ള ഭയമില്ലാത്ത ആ പാദങ്ങളെ, അല്ലെങ്കിൽ ഭയമില്ലാത്ത അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകളെ എന്ത് ചെയ്യാണ്? ഇൻവൈറ്റ് ചെയ്യാണ്. ആ താഴ്വരയും മൗണ്ടെയിനും ഒക്കെ കൂടിയിട്ട് വരൂ, ഞങ്ങളുടെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാ? ടു സ്കെയിൽ ദ സ്റ്റെയർവേ ടുവേർഡ് ദ സ്കൈ. സ്കെയിൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ അളക്കുക അല്ലെങ്കിൽ മെഷർ ചെയ്യുക, നടന്നു പോകുക എന്നുള്ള മീനിങ്ങിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദ സ്റ്റെയർവേ ടുവേർഡ് ദ സ്കൈ, ആ താഴ്വാരത്തിൻ്റെയും അതേപോലെ തന്നെ പർവ്വതത്തിൻ്റെയൊക്കെ ആകാശത്തിലേക്കുള്ള ആ ഒരു ദൂരം അല്ലെങ്കിൽ ആ ഒരു വഴി അളക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ കൂടെ നടന്നു വരാൻ വേണ്ടിയിട്ട് ഈ ആർക്കാണോ ഭയമില്ലാത്തത് ആ വ്യക്തികളെ എന്ത് ചെയ്യാണ്? ഈ വാലിയും അതേപോലെ തന്നെ മൗണ്ടെയിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാണ്, വേഗം വരൂ എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുകയാണ്. ദ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡിവൈഡിങ് സീ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള, റെസ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ? വിശ്രമമില്ല. നമുക്കറിയാം, നമ്മൾ കടലിങ്ങനെ എപ്പോഴും ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഒതുങ്ങി അങ്ങനെ നിൽക്കില്ലല്ലോ, അതിങ്ങനെ എപ്പോഴും തിരയടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള, വിശ്രമമില്ലാത്ത, ഡീപ്പായിട്ടുള്ള, ആഴമേറിയിട്ടുള്ള, ഡിവൈഡിങ് ആയിട്ടുള്ള, ഇങ്ങനെ വേർതിരിക്കാൻ കഴിവുള്ള ആ ഒരു സീ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഫ്ലോസ് ആൻഡ് ഫോംസ് ഫ്രം ഷോ ടു ഷോ. അതെന്താ ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫോംസ്, ഇങ്ങനെ നൊരയും പതയൊക്കെ ആയിട്ട് നമുക്ക് അതിന് തിരമായ ഇങ്ങനെ അടിക്കുമ്പോൾ പത വരില്ലേ? അപ്പോൾ അത്തരത്തിൽ ഫ്രം ഷോർ ടു ഷോർ, ഒരു തീരത്തു നിന്നും മറ്റൊരു തീരത്തേക്ക് ഇങ്ങനെ പതയും അതേപോലെ തന്നെ തിരമാലകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴുകി അലയടിച്ച് ഇങ്ങനെ നടക്കുന്നതായിട്ട് നമുക്ക് എന്ത് കാണുന്നുണ്ട്? ആ ഒരു സമുദ്രത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കോൾസ്റ്റേഴ്സ് ആൻഡ് സൺബേൺ ഷിവാൽറി, അവിടെ നമുക്ക് എന്താണ്? ആ ഒരു സീക്ക് കയ്യിലായിട്ട് എന്താണുള്ളത്? കോൾസ്റ്റേഴ്സ് സൺബേൺ ഷിവാൽറി എന്നാണ് പറയുന്നത്. സൺബേൺഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിവാൽറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ധീരത എന്നുള്ളൊരു മീനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അത്രയും വെയിലിനെയും സൂര്യനെയും, സൺബേൺഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യതാപമേറ്റ എന്നൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അത്രയും ചൂടും എന്താ പറയുക, സൂര്യൻ്റെ എല്ലാ തരത്തിലുള്ള എന്താ പറയുക രശ്മികളും കാര്യങ്ങളൊക്കെ ആഗിരണം ചെയ്തിട്ട് അവിടെ നിൽക്കുന്ന ആളാണ് ആര്? നമ്മുടെ ഡിവൈഡിങ് സീ, അല്ലാന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ടുള്ള സീ അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള സീ. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയാണ്. എന്താ പറയണേ? പുഷ് ഔട്ട്, സെറ്റ് സെയിൽ, എക്സ്പ്ലോർ. നമ്മളതിനെ ആ ഒരു സീയും എന്ത് ചെയ്യാണ്? വിളിച്ച് പറയാണ്. ഇത്രയും കാലം ചൂടും വെയിലൊക്കെ കൊണ്ട് കിടക്കുന്ന ആ ഒരു തിരയടിച്ച് നിൽക്കുന്ന ആ ഒരു സീയും നമ്മളെ എന്ത് ചെയ്യാണ്? ഇൻവൈറ്റ് ചെയ്യാണ്. എന്നിട്ട് എന്താ വിളിച്ച് പറയണേ? പുഷ് ഔട്ട്, സെറ്റ് സെയിൽ, എക്സ്പ്ലോർ. ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം സെയിൽ ചെയ്ത് വരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരാനായിട്ട് ആഹ്വാനം ചെയ്യണം. ആൻഡ് ഓൾ ദ ബാസ് അറ്റ് വിച്ച് വി ഫ്രെറ്റ്. അപ്പോൾ നമ്മളെ ഇത്രയും കാലം നമ്മളെ ഫ്രെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന, നമ്മളെ വറി ചെയ്യിക്കുന്ന, നമ്മളെ ഇത്രയും കാലം വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു അഴികൾ, നമ്മൾ പറയില്ല
പറയില്ലേ, ജയിലിൻ്റെ അഴികൾ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ജനാലയുടെ അഴികൾ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഒരു ബാറുകളേനെയൊക്കെ അത്തരത്തിൽ ഒരുപാട് ബാഴ്സ് നമ്മുടെ മുന്നിലുണ്ടാവും, ഒരുപാട് പ്രതിബന്ധങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാവും. ദാറ്റ് സീം ടു പ്രിസൺ ആൻഡ് കൺട്രോൾ. അത്തരത്തിലുള്ള ബാറുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനാലകളും അതേപോലെ തന്നെ നമ്മുടെ മുന്നിലുള്ള വാതിലുകളും ചുമരുകളും തടസ്സങ്ങൾ അതൊക്കെയും എന്താ ചെയ്യണേ? സീംസ് ടു പ്രിസൺ ആൻഡ് കൺട്രോൾ. നമ്മളതിനെ ജയിലിലടയ്ക്കുന്നത് പോലെ കൺട്രോൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള അഴികൾ ഉണ്ടായിട്ടുള്ളത്. ആർ ബട്ട് ദ ഡോഴ്സ് ഓഫ് ഡെയറിങ്. പക്ഷെ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആ ഒരു ഡോഴ്സ് ഓഫ് ഡെയറിങ്, നമ്മുടെ ആ ഒരു ധൈര്യത്തിൻ്റെ വാതിലാണ് നമ്മളവിടെ കണ്ടെത്തേണ്ടത്. എന്നിട്ട് അത് എന്ത് ചെയ്യണം? സെറ്റ് എ ജാർ ബിഫോർ ദ സോൾ. നമ്മുടെ ആത്മാവിന് മുന്നിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് എ ജാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. നമ്മുടെ ആത്മാവിന് മുന്നിലായിട്ട് നമ്മൾ അവയെ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ മുന്നിൽ ഒരുപാട് എന്താ പറയുക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ തുറന്നു വരും. അല്ലാതെ നമ്മുടെ മുന്നിൽ നമ്മളെ അത്രയും കാലം കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ള അഴികളുടെ പുറകിൽ കിടന്ന് വിഷമിക്കാൻ നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മുന്നിലുള്ള സാധ്യതകളിലേക്ക് തുറന്ന് അല്ലെങ്കിൽ വാതിൽ തുറന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ള ധൈര്യം, ആ ഒരു ഡയറിങ് ആയിട്ട് നമ്മൾ പെരുമാറേണ്ടതിൻ്റെ ആവശ്യമാണ് അവർ പറയുന്നത് കേട്ടോ. താങ്ക് യു.